പൊതിച്ചോറ് ഉണ്ടാക്കി നോക്കാം. കുഞ്ഞിപ്പെണ്ണിനൊരാഗ്രഹം പൊതിച്ചോറ് വേണം. അപ്പം ഞാനാണെങ്കിൽ ഇച്ചിരി വഴുതനങ്ങ ഇടണം, അത് അരിഞ്ഞ് വെച്ചു. അങ്ങനെ നമ്മുടെ ഉള്ളി ആയിട്ടുണ്ട്. ഇനി കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇച്ചിരി മീനൂടെ വറുത്തെടുക്കാം. മത്തി എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, അതായത് പച്ചക്കുരുമുളക് അരച്ച് ചേർത്തേക്കുന്നത്, ഉപ്പൂടെ ചേർത്തിട്ട് ഇട്ടേക്കുന്നത്. അപ്പം ഇനി നമുക്ക് അതുകൂടെ വറുത്തെടുക്കാം. അപ്പം ഇതിലോട്ട് മത്തി, ഇനി നമ്മളൊരു മുട്ടയും കൂടെ പൊരിച്ചെടുക്കാം. ഞാൻ ഇതിൻ്റെ അകത്ത് ഉള്ളിയും ഇച്ചിരി കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ടുണ്ട്, വേറെ ഒന്നും ഇട്ടിട്ടില്ല. നമുക്ക് ചോറ് എടുത്തേക്കാം. ചോറ് നല്ല ചൂട് ചോറാണ്, മഴയിലൊക്കകത്തിരുന്ന് സെറ്റായിക്കോളും. ചീര തോരൻ. ഇനി പൊതി തുറക്കുമ്പോൾ നമുക്ക് ചുമന്ന കളർ കാണാൻ പറ്റും. കാന്താരിയും മാങ്ങായും കൂടെ വെച്ചരച്ച ചമ്മന്തി, ഇഞ്ചിയൊക്കെ ഇട്ടിട്ട്. മത്തി വറുത്തത്, മുട്ട പൊരിച്ചത്, നമ്മൾ മെഴുക്ക് വെട്ടി വെച്ചിരുന്ന വഴുതനങ്ങയും കൊച്ചുള്ളിയും കൂടെ മെഴുക്ക് വെട്ടി, ഇനി ഇച്ചിരി നാരങ്ങ അച്ചാർ. ഇനി നമുക്ക് പൊതി കെട്ടിയേക്കാം. ഒരില ഇങ്ങനത്തെ ഒരു പേപ്പർ ഇങ്ങനത്തെ. ഇപ്പോൾ ഏകദേശം 1:30 ആകാറായി. നമുക്കിനി ആ പൊതിച്ചോറൊന്ന് തുറന്ന് നോക്കാം. ഒരു ദിവസം കാല് ഇതിട്ട് വെച്ച് അങ്ങനെ വെച്ചിട്ട് തുറന്നു തരട്ടെ. അവിടെ പോയി, ഇവിടെ പോയി. കൊള്ളാമോ? തുറന്നപ്പോഴേ ഇഷ്ടമായോ? കഴിച്ചു നോക്കി ഇച്ചിരി ചോറെടുത്ത്. മീൻ അവിടെ വെച്ചുതരാം, അമ്മ മുറിച്ചു തരാം. മീമി അമ്മ എടുത്തുതരാം. മോനെ അതിൻ്റെ അകത്ത് മുള്ളുള്ള മീനാ മോനെ, അതുകൊണ്ടാണ്.
ചമ്മന്തി. ഏത്? അത് മെഴുക്കോട്ടി മോനെ. മോള് കഴിച്ചു നോക്ക്. കഴിച്ചു നോക്ക്. നല്ലതാണോ നോക്ക്. എന്നാ കൊള്ളാമോ? കൊള്ളാമോ പറ. ചോറെല്ലാം കൂടെ കൂട്ടി തേണ്ട. ചീര ഒന്ന് എടുത്ത് നോക്കിയേ. ചീര അതെന്താണ്?